ഇപ്പം നമ്മൾ ഈശോ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണ്, കുമ്പസാരമെന്ന വലിയ കുദാശയാൽ കൃപ നമ്മളിലേക്ക് വരുന്നുവെന്നുള്ള സൂചനയാണ് ഇപ്പോൾ ക്ലാസ്സിലേക്ക് വരുമ്പോൾ കിട്ടുന്നത്. അതായത് ഞാൻ ഈ മകള് ഡൈവേഴ്സ് ചെയ്ത് പോകുന്നതായിട്ട് മെസ്സേജ് കാണുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, മകളെ ഈ കല്യാണം നിലനിൽക്കത്തില്ല, ചെറുക്കരി എന്നാ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാനൊരു വിവേകമല്ല കാണിച്ചതെന്ന് എനിക്കറിയാം. കാര്യം കല്യാണ തലേന്ന് അങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ? ഭയങ്കര നാട് തമ്മിൽ, കുടുംബക്കാർ തമ്മിൽ അടിയുണ്ടാകുന്നു. പക്ഷേ അതിനേക്കാൾ വലുതാണ് അവളുടെ ജീവിതം എന്നുള്ളതും, അടിയുണ്ടാകാൻ പോണ, വെട്ടുണ്ടാകാൻ പോണ, കുത്തുണ്ടാകാൻ പോണെന്നുള്ളതെല്ലാം കർത്താവ് തീരുമാനിക്കും. മാനുഷികമായി പറഞ്ഞാൽ നമ്മൾ അയ്യോ പേടിച്ച് മിണ്ടാണ്ടിരിക്കും. പക്ഷെ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ പേടി ഉണ്ടാകത്തില്ല. പരിശുദ്ധാത്മാവ് ഇല്ല എന്നുണ്ടെങ്കിൽ അയ്യോ ഇപ്പം ഇങ്ങനെ പറഞ്ഞാൽ ചെന്നാൽ അവർ തടി ആയുധമായിട്ട് കൊട്ടേഷനായിട്ട് ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? അത് മാനുഷികമായ പേടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഘർഷമായ വിഷയമാണ് ഉണ്ടാകാൻ പോകുന്നുണ്ടെങ്കിൽ പിന്നെ കർത്താവ് കയ്യും കെട്ടി നിൽക്കുമോ? പരിശുദ്ധാത്മാവ് പറയും, ജോസഫ് യൂസേ ഇത് വെള്ളരിക്കപ്പെടണമെന്നില്ല, ഞാൻ തന്ന മെസ്സേജ് ആണെങ്കിൽ സംരക്ഷിക്കാനുള്ള അധികാരവും ബാധ്യതയും എനിക്കുണ്ട്, യൂസേ. ഞാൻ പറഞ്ഞ മോളെ പോയി അന്വേഷിക്കാൻ, രണ്ടാമത് അന്വേഷിക്കാൻ പറഞ്ഞു പറഞ്ഞു. അവൾ വേർത്തൊടിച്ച് ബോധം കെട്ടുന്ന രീതിയിൽ പോയി. പക്ഷെ അവൾ അന്വേഷിച്ച് പോയി. രണ്ടാമതൊരു അന്വേഷണം നടത്തി. രണ്ടാമത് അന്വേഷണം, ആദ്യത്തെ അന്വേഷണം ഈ പഴഞ്ചനി പഴംപൊരിയും ചായയും കഴിക്കാൻ വേണ്ടിയുള്ള ഈ നാട്ടുകാരുടെ അന്വേഷണമില്ല. ചിറ്റപ്പൻ ഇളയപ്പനൊക്കെ പറഞ്ഞ് കെട്ടിയെടുത്ത് വെള്ളം ഒഴിച്ച് കുറേ കണക്ക് എത്ര പേരാണെന്ന് അന്വേഷിക്കാൻ വേണ്ടി പോണ വെറുതെ പോണതാണ്. വെറുതെ പോണതാണ്. എത്ര പേരുടെ നിങ്ങളെ എപ്പോഴും നീ ഇങ്ങനെ വിവാഹമൊക്കെ ഉറപ്പിക്കാൻ വേണമെങ്കിൽ ആൾക്കാരെ കെട്ടിയെടുത്തോ, പക്ഷെ അന്വേഷിക്കാൻ വേണ്ടി പോകുമ്പോൾ പ്രാർത്ഥിച്ചേ പോകാവും. ബന്ധുക്കളെ ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ ഉറപ്പിക്കാൻ വേണ്ടി പോകണമെങ്കിൽ ഈ ആൾക്കാരെയൊക്കെ കെട്ടിയെടുത്തോ, കുഴപ്പമില്ല. പക്ഷേ അന്വേഷിക്കാൻ പോകുമ്പോൾ കർത്താവിനോടാണ് ആദ്യം അന്വേഷിക്കേണ്ടത്. കർത്താവിനോട് അന്വേഷിക്കാതെ പോയതാണല്ല പലതും കുഴപ്പമായി പോയത്. ചില കല്യാണമൊക്കെ ഇപ്പോൾ കുടുംബക്കാർ സൂപതയൊക്കെ ഇടപെട്ടിട്ട് പിരിക്കണില്ലേ? അതായത് സെപ്പറേഷൻ, അതായത് വിവാഹ കൂദാശ നടന്നില്ല എന്നുള്ള കാനോനിക്കലായിട്ടുള്ള നിയമപരമായിട്ടുള്ള വിഷയങ്ങൾ സഭ വിസ്തരിച്ച് വാദിച്ചും പഠിച്ചും വിശദീകരണം ചെയ്തും കണ്ടുപിടിച്ചിട്ട് കൂദാശ നടന്നില്ല എന്നുള്ളത് സഭ അധികാരികമായിട്ട് പ്രഖ്യാപിക്കും. പക്ഷേ എന്തുകൊണ്ടാണ് കൂദാശ നടക്കാത്തത്? കൂദാശ നടക്കാത്തതിൻ്റെ കാരണം കർത്താവ് അന്വേഷിച്ചില്ല എന്നുള്ളതാണ് ഒറ്റ കാരണം. 2 ഭാര്യയുള്ളവനെയൊക്കെ അന്വേഷിക്കാൻ കൊണ്ടുപോയിട്ട് എന്ത് കാണിക്കാന്? രജിസ്റ്റർ മാരേജ് ചെയ്തതിന്, അബോർഷൻ ചെയ്ത നാത്തുവിനെ അന്വേഷിക്കാൻ പോയിട്ട് എന്ത് കൊണ്ട് കാണിക്കാനാണ്? അതൊക്കെ ഈ സ്ക്രാപ്പ് ഐറ്റംസിനെ അന്വേഷിക്കാൻ കൊണ്ടുപോകരുത്. അതായത് 2 ഭാര്യയുള്ളവൻ, രജിസ്റ്റർ ചെയ്തവൻ, ചിറ്റപ്പൻ ഇളയപ്പനും ചിറ്റപ്പനൊക്കെ ആകാം. ഒരു കഥയുമില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ പട്ടിത്തിട്ടൻ്റെ വിലയില്ലേ ഈ പന്നിക്ക്. ചിലപ്പോൾ നിൻ്റെ ചിറ്റപ്പനാകാം. ഒരു കഥയുമില്ല. നീ പ്രാർത്ഥിക്കണം, നീ ദൈവപൈതലാണ്. കാര്യം ഇത് വിവാഹമാണ് തീരുമാനിക്കണം, നിൻ്റെ സ്വർഗവും നരകവും ഒക്കെ തീരുമാനിക്കണത്. നമുക്ക് നരകത്തിലോട്ട് കെട്ടിപ്പോകാം, ഒരു കുഴപ്പമില്ല. നമുക്ക് ദൈവപൈതലാണ് നീയെങ്കിൽ നീ അതിനെ സ്വർഗമാക്കി എടുക്കും. പക്ഷെ അന്വേഷിക്കാൻ പോകുമ്പോൾ കഴിഞ്ഞാൽ മധ്യസ്ഥ പ്രാർത്ഥന വിളിച്ചു പറഞ്ഞു, എൻ്റെ കല്യാണത്തിൻ്റെ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നീ മധ്യസ്ഥ പ്രാർത്ഥന വിളിച്ചു പറഞ്ഞോ. അപ്പോൾ കർത്താവ് അതിൻ്റെ കൂടെ സഹിത്തം ചേരുകയും നിനക്ക് ചില സമയത്ത് നിനക്ക് എത്ര ചിലപ്പോൾ അന്വേഷിച്ചാലും ആദ്യത്തെ കാലത്തൊക്കെ ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാണും. ഒരു കുഴപ്പമില്ല. കാറ്റും കോളും കഴിയുമ്പോൾ ഒക്കെ ഇതെല്ലാം തിരകളൊക്കെ ഒതുങ്ങണ സമയമുണ്ട്. വള്ളമൊക്കെ ഏറി വീഴുമ്പോഴേ, ഇപ്പോൾ കടലിലോട്ട് ഞാൻ എപ്പോഴും വള്ളം പുഞ്ചിരിക്കാൻ പോകുന്ന ആളാണ്. ഇപ്പോൾ വള്ളം ചില സമയത്ത് ജൂൺ മാസത്തിലൊക്കെ 7 കടൽ വരെ ഉണ്ട്. ഇങ്ങനെ തിരിഞ്ഞുരുണ്ട് പിരണ്ടും വരും. അപ്പോൾ ചിലപ്പോൾ 3 കടലേ ഉണ്ടാകത്തുള്ളൂ. 2 കടൽ കഴിയുമ്പോൾ ഇവർ എഡ്ജ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ 2 കടൽ കഴിയുമ്പോൾ 3-ാമത്തെ കടൽ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോഴായിരിക്കും ഈ അണിയും പൊക്കിക്കൊണ്ട് തിര പോണത്. അപ്പോൾ എഞ്ചിൻ വെള്ളത്തിൽ പിടിക്കത്തില്ല. പിന്നെ തിര കൊണ്ട് താഴെ ഇട്ട് കഴിയുമ്പോൾ ചില സമയത്ത് സ്ഥലം കവന്നു പോകും. ചിലപ്പോൾ ആൾ തെറിച്ചും പോകും. ഇതൊക്കെ സ്റ്റാർട്ടിങ് ട്രബിൾസ് മാത്രമാണ്. സ്രാങ്ക് ഒന്നും അനങ്ങത്തില്ല. സ്രാങ്ക് എങ്ങനെ എത്ര കടൽ കണ്ടതാ, അനങ്ങത്തില്ല. ഇത് കഴിയുമ്പോൾ ശാന്തമായ കടലുണ്ടെന്ന് സ്രാങ്കിനറിയാം. അതുപോലെ കുടുംബത്തോണി ഇറക്കുമ്പോഴേ ആദ്യം കുറച്ച് സ്റ്റാർട്ടിങ് ട്രബിൾസ് ഉണ്ടാവും. നിങ്ങളായിട്ട് ട്രബിൾസ് ഉണ്ടാക്കരുത്. കാര്യം നിങ്ങളിപ്പോൾ ഒരു വിഷയം ചെന്ന് കണ്ട്
കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ആരെയും ഇഷ്ടപ്പെടത്തില്ല. കാര്യം എല്ലാം പുതിയ ആൾക്കാരാണല്ലോ, അവർക്ക് ചിലപ്പോൾ നിന്നെ ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ ഇഷ്ടപ്പെടാത്ത ഒരു കാലം ഒരു 3-3.5 കൊല്ലം കൊണ്ട്, ആ 3-3.5 കൊല്ലം ദൈവത്തിന് ഇഷ്ടപ്പെടുത്തി ജീവിച്ച ബാക്കിയെല്ലാം ഇഷ്ടങ്ങൾ കറക്റ്റ് ചെയ്ത് വരും. നീ ഒരു പൊട്ടിപ്പെണ്ണായത് കാരണം നീ കെട്ടിയെഴുന്നള്ളിച്ച് ഉള്ളതും ഇല്ലാത്തതും കൊണ്ട് അമ്മയോട് പറയും. അമ്മയാണെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കടുവയാണ്. കിട്ടാൻ വേണ്ടി എന്തിനാണെന്ന് പറയാം, ഇവളെ പെറിയിച്ച് വീട്ടിൽ നിർത്താൻ വേണ്ടി. എന്നിട്ട് അവളെ ജോലിക്ക് വിട്ട് കാശം മേടിക്കും അമ്മ. എത്ര അമ്മമാരാണെന്നറിയാവോ കല്യാണം കെട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം കല്യാണം പിരിച്ച് മകളെ വീട്ടിൽ നിർത്തി വേല എടുപ്പിച്ച് കാശ് മേടിക്കണത്. ഈ അമ്മമാർ ചാകണ സമയത്ത് ചിലണം നമ്മൾ കൊടുക്കത്തെ കൊടുക്കാൻ വേണ്ടി കർത്താവ് വൈദികൻ്റെ തലക്കെട്ട് കാലുമട്ടയ്ക്ക് ഇടിക്കും, കാല് പൊക്കിയിട്ട് കരയിട്ട് അടിക്കും. ഞാൻ കൊടുക്കത്ത് കൊടുക്കാൻ പോയിട്ടുള്ളതാണ്, കുടിപ്പിക്കത്തില്ല. ഒരു ദിവസം ഞാൻ കൊടുക്കത്ത് കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഞാനൊരു PSA സൈക്കിളിൻ്റെ പാഞ്ഞ് പിടിക്കണ്ടേ, സൈത്ത് എൻ്റെ കയ്യിലിരിക്കുകയാണ്. പക്ഷേ സൈത്തും ഒരു കൈ കൊണ്ട് ഹാൻഡിലും പിടിച്ചിട്ട് നടക്കണില്ല. അപ്പോൾ ഒരു പാട്ട സൈക്കിൾ അതിനേക്കാൾ ഗതികെട്ട സൈക്കിളിന് കപ്പേര് പുറകെ വരുന്നുണ്ട്. ഞാൻ കപ്പേരിന് കൊടുത്തു, കപ്പേരിന് ഇതൊക്കെ ബാലൻസ് ഉള്ളതാണ്. കപ്പേരും കുറച്ച് കഴിഞ്ഞപ്പോൾ തളർന്ന പുസ്തകം എന്നെ ഏൽപ്പിച്ചു. ഞാൻ സൈത്ത് കൊടുത്തപ്പോൾ കപ്പേര് പുസ്തകം എന്നെ ഏൽപ്പിച്ച. എന്തൊരു ഗതിക്കാണ്. പിന്നെ പുസ്തകം പിടിച്ചു. ഞാൻ പറ്റി ഇതിനേക്കാൾ വലിയ ഏൽപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും റിലേ കളിച്ച് ഈ സൈത്തും പുസ്തകവും സൈക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അവസാനം ചെന്നിറങ്ങി. ഒരു കണക്കിന് കിതച്ച് വിതറച്ച് ചെന്ന് ഇറങ്ങിയപ്പോഴുണ്ട് പിന്നെ റെയിൽവേക്ക് മണ്ണ് കോരി ഇട്ടിരിക്കുകയാണ്. പിന്നെ ഇതിനൊക്കെ കുഴമണ്ണെ കൂടി കയറണം. ഞാൻ സൈത്തും പിടിച്ചുകൊണ്ട് ഒരു കണക്കിന് കിതച്ച് മണ്ണുകൂനെ കൂടി കയറുകയാണ്. റെയിൽവേ തുടങ്ങിയിട്ടില്ല, റെയിൽ ഇട്ടിട്ടില്ല, മണ്ണുകൂരി ഇട്ടിരിക്കുകയാണ്. ദൈവമേ, ഞാനാ കിതപ്പിനിടെ കമന്തടിച്ച് വീണ് ആ റെയിൽവേയുടെ മണ്ണ് മുഴുവനും വായിക്കയറി. അപ്പോഴപ്പുറത്ത് നിലവിളി കേട്ട് ചാപ്റ്റർ ക്ലോസ് ചെയ്ത് തമ്പുരാൻ തട്ടിക്കളഞ്ഞ സാധനത്തിന് വെടിവെച്ചു എന്ന് പറഞ്ഞു തമ്പുരാൻ. അപ്പോൾ എനിക്ക് ഒരു സമയം ഞാൻ പറഞ്ഞു കർത്താവ് നല്ല പണിയെ. അവിടെ നിലവിളി കേട്ട് ആൾ മരിച്ച് റെയിൽവേയുടെ അപ്പുറത്ത് നടന്ന വീട് ആൾ മരിച്ച്. ഞാൻ പറഞ്ഞു കർത്താവേ, എൻ്റെ വായി മണ്ണിരിക്കണ കാണാൻ പാടില്ലേ, ഇതെന്തിന് ഈ ആളിനെ ഒന്ന് നിന്നെ കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഓട്ടം മുഴുവൻ ഓടിക്കൂട്ടിയത്. അപ്പോൾ പറഞ്ഞു അത് ഞാനിവിടെ അക്കൗണ്ട് ചെയ്തിട്ടുണ്ട്, അതുമട്ട് കയറി കളിക്കണ്ട. അപ്പം ഞാൻ തിരിച്ചു വരുമ്പോൾ മൂത്ത കപ്പേനോട് ചോദിച്ചു, കപ്പേരച്ച ചെമ്മതൂരിനോട് ചോദിച്ചു, ചെമ്മതൂരെ ഞങ്ങൾ കുർബാന കൊടുക്കാൻ പോയിട്ട് ഡെഡ് ബോഡിയായി പോയില്ല എന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര സങ്കടം. കാര്യം എനിക്ക് ഈ കർത്താവിന് മരിക്കണ സമയത്ത് വിളിക്കണ സമയത്ത് മരിക്കാൻ നേരത്ത് നമ്മളെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം നമ്മളെ മരണസമയത്ത് ആളിൻ്റെ കൂടെ ഇരിക്കുകയല്ലേ. അപ്പോൾ ഈശോനെ കൊടുത്തു വിടുക എന്നൊക്കെയാണ് ഞങ്ങളുടെ ഒരു പൈതൃകമായ ഉത്തരവാദിത്വമാണ്. ഞാനവിടെ ഈ ഡെഡാകണം കണ്ടെങ്കിൽ ഞാൻ അവിടെ ഇരിക്കും. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോരത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം കൊടുക്കാൻ പറ്റാഞ്ഞ കാര്യം ഞാൻ അപ്പം ചെമ്മതൂര് പറയണേ വേണ്ടാത്ത പണിക്ക് എന്താ നടക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ടാത്ത പണിയാണ്. ചെമ്മതൂര് പ്രായം ചെന്ന ആളാണ്. എടാ അച്ഛാ, അയാൾ 18 കൊല്ലമായി പള്ളി കയറിയിട്ടില്ല. അന്ന് പോലാണ് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത്. ആവതുള്ള കാലത്ത് അവൻ ദേവാലയത്തിൽ വന്നിട്ടില്ല. അവസാനമൊന്നും അടിച്ചെടുക്കാൻ സമ്മതിക്കത്തില്ല. ഹീസ് വെരി സീരിയസ്. നിങ്ങളിപ്പോൾ ദൈവം വേണ്ട, ദൈവം ഇല്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നടക്കണേ, നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. അവർക്ക് അനുഗ്രഹം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഓർക്കണം ദൈവം പിതാവാണെന്ന്. പക്ഷെ ദൈവം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ തോന്നിവാസം ജീവിതം നയിക്കണമെങ്കിൽ നിങ്ങൾ മിണ്ടരുത്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഈശോ പറഞ്ഞിട്ടുണ്ട്, ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട. 8:32 യോഹന്നാൻ്റെ ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, പിതാവ് നിങ്ങൾക്ക് രാജ്യം കൽപ്പിച്ച് നൽകാൻ തീരുമാനിച്ചായിരിക്കും. ഇപ്പോൾ രാജ്യം ലഭിക്കണ ആർക്കായിരിക്കും? ചെറിയ അജഗണത്തിനായിരിക്കും. അപ്പം അതെൻ്റെ അപ്പനാണ്, എൻ്റെ അമ്മയാണ്, എൻ്റെ ഇളയച്ചനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണിയും നടക്കത്തില്ല. അവനവന് അധ്വാനിച്ചാൽ അവനവന് കൊള്ളാം, നിത്യത ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. പ്രഭോ ഞങ്ങൾക്കും വാതിൽ തുറന്നു തരണമേ എന്ന് പറയുമ്പോൾ അതിന് മുമ്പ് ആ ചെടുത്തിമാർ പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഞങ്ങളുടെ എണ്ണ കരുതിരി കത്തുന്നു, ഞങ്ങൾക്ക് ഇത്തിരി എണ്ണ കടം തരണേ. അല്ലേ? ബുദ്ധി ഉള്ള കന്യകമാരും ബുദ്ധി ഇല്ലാത്ത കന്യകമാരും. അപ്പോൾ ബുദ്ധിയുള്ള സംസാരിച്ചവർ എന്താ പറഞ്ഞത്?